കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. കളഭാലങ്കാരം മുന്നൂലം ഹരിയോദിക്കൻ. നല്ല ഭംഗിയായിട്ടൊരു പൊന്നുണ്ണി കണ്ണനെ കളഭ കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുകണ്ട് മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. കാലുമ്പിൽ പൊൻതളകൾ അണിഞ്ഞിട്ടുണ്ട്. കാല് പിണച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആ പിണച്ചു വെച്ച കാലുമ്പിലാണ് പൊൻതളകൾ കാണാനുള്ളത്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. അധികം തടിയൊന്നുമില്ല. നാം ഇടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയുമ്പോൾ ചിരമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോട് കൂടിയിട്ട് പൊന്നോടക്കോഴൽ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വേണു ഗാനം പൊഴിക്കുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണൻ. എന്തൊരു കൗതുക! ഈ പൊന്നോടക്കോഴൽ പിടിച്ച് നിൽക്കണ പൊന്നുണ്ണിക്കണ്ണൻ ആവണ്ട ആ കാല് പിണച്ച് വെച്ച് നിൽക്കണത് കേട്ടോ. ആ പൊന്നോടക്കോഴൽ പിടിച്ച് മന്ദസ്മിതായിട്ട് നിൽക്കണ ആ രൂപം കണ്ടാൽ തന്നെ നല്ല കൗതുകം. നല്ല ഭംഗിയായിട്ട് പുഞ്ചിരി തൂക്കണ്ട് പൊന്നുണ്ണിക്കണ്ണൻ. ചെവിയിൽ രണ്ട് സ്വർണ്ണഗോപികളെ, നെറ്റിയിലും ഒരു സ്വർണ്ണഗോപി. കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. എല്ലാം നല്ല കൗതുകമുണ്ട്. കണ്ണൻ്റെ പുഞ്ചിരി നല്ല രസമുണ്ട്. ഭക്തന്മാരെ നോക്കി മന്ദസ്മിതം തൂക്കിയും കൊണ്ട് പൊന്നോടക്കോഴൽ വിളിച്ചിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം കാണാൻ അത്ര കണ്ട് കൗതുകമുണ്ട്. അതങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ, നല്ല സന്തോഷമാവും. ഒരു തിരുമുടിമാലയാണ് ചാർത്തിരിക്കണത്. താമരയും തുളസിയായിട്ടുള്ള തിരുമുടിമാല. കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ. ഒന്ന് തെച്ചിപ്പൂ ധാരാളമായിട്ട് മുട്ട് കൈ വരെ, അതിനെ തുളസിയും തെച്ചിപ്പൂവും അല്ല വെളുത്തപ്പൂവും തെച്ചിപ്പൂ ഇങ്ങനെ ഇടകലർന്നിട്ട്. പിന്നെ മറ്റേ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചി തുളസി വെളുത്തപ്പൂ ഇങ്ങനെ ഇടകലർന്ന് താഴത്തേക്ക് തെച്ചി മാത്രമായിട്ട് തൃപ്പാദത്തെങ്കിലേക്ക് എത്തുമ്പോഴേക്ക് തുളസിപ്പൂവായിട്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളും നല്ല കൗതുകം കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ള ഉണ്ടമാലകൾ ഈ ഉണ്ണിക്കണ്ണന് വേണ്ടി ഉണ്ടാക്കിയാൽ തോന്നുന്നു. അത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടമാലകൾ. അതുപോലെ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് അതാ 5-6 ഉണ്ടമാലകളുണ്ട്. എല്ലാം താമരയും തുളസിയായിട്ടുള്ള ഉണ്ടമാലകളാണ്. അത് വിധാനമായിട്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തെ നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും ആ ഒരു തിരുമുടിയുടെയും മാലയുടെയും നടുവിലായിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ പൊന്നൂടക്കോഴൽ വിളിച്ചിട്ട് എല്ലാ ഭക്തന്മാരെയും നോക്കി അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നല്ല സന്തോഷമാവും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 65 ശ്ലോകം 9 മലയാള വിവർത്തനം. ഗോപീജനം മിഴിവിടാതെ ശരവ്യമാക്കും ലോകത്തിനാർദ്രകരുണം കമനീയ നേത്രം തഞ്ചുന്ന പുഞ്ചിരി മനോഹര ഭാവപൂർണം വാതാലയേശാ തരണേ മമ രോഗനാശം. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടക്കോഴ വിളിച്ചിട്ട് കാല് പണച്ചു വെച്ച് നിന്നിട്ട് നല്ല മധുരമായിട്ട് ഓടക്കൊള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിക്കുക. ആ സച്ചിദാനന്ദ കട്ട ശ്രീലകത്ത് നിൽക്കണ്ടല്ലോ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ആ സച്ചിദാനന്ദ കട്ട നമ്മുടെയാണെന്നുള്ള ഉറപ്പോടുകൂടി ആ തൃപ്പാദത്തേക്ക് വേണ്ടി വീണ് നമസ്കരിക്കുക. അത് പണച്ചു വെച്ചിരിക്കുന്ന തൃപ്പാദം ഉണ്ടല്ലോ, ആ തലകെട്ടിയ തൃപ്പാദം വീണ് നമസ്കരിച്ച് മുറുകെ പിടിക്കുക. കണ്ണൻ നമ്മളെ കൈവിടില്ല കേട്ടോ. ആ കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കാം നമുക്ക്. നാരായണ 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 ഹരേ ഹരേ.